ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ ആണ്. ഇപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് പറഞ്ഞാൽ 1800 വർഷങ്ങൾ, അതിൽ കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പുള്ള അവർ ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ടൂൾസ്, ട്രഡീഷണൽ ഡ്രസ്സസ്, അങ്ങനത്തെ കുറേ ഇസ്ലാമിക് ബേസ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു മ്യൂസിയമാണ്. നിങ്ങൾ ഷാർജയിലൊക്കെ ഉള്ളൊരു മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയമാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അധികം വിസിറ്റേഴ്സ് ഒന്നുമില്ല, പക്ഷേ പക്ക അടിപൊളി മ്യൂസിയമാണ്. അപ്പോൾ ഇതിന് എൻട്രി ഫീ വരുന്നത് 10 dirhams ആണ് പെർ ഹെഡ്. അതുപോലെ എക്സാക്റ്റ് ലൊക്കേഷൻ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അധികം സമയം വയ്ക്കാൻ നേരെ വീഡിയോട്ട് എടുക്കാം. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഖുർആൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന മാനുസ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഖുർആനാണ്. അതുപോലെ ഇത് കഅബയുടെ ബെൽറ്റ് കേട്ടോ. ഇത് കുറേ വർഷങ്ങൾ, ഇതുവരെ വർഷങ്ങൾ മാറ്റുമ്പോൾ ഇവർക്ക് ഒരു വർഷത്തെ ഇവർ ഈ മ്യൂസിയത്തിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇത് നമുക്ക് ഓരോ സ്വിച്ചുകൾ കാണാം. ഇപ്പോൾ ഇതൊരു പഠന രീതിയിലാണ് അവർ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തേത് നമ്മൾ വരുന്നത് ഒരു ഹജ്ജിൻ്റെ ഓരോ രൂപങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകണം, ഈ സ്വിച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കറക്റ്റായിട്ട് ഒരു നല്ലൊരു അറേഞ്ച്മെൻറ്റിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് ഒന്നും ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഖുർആനാണ്. 1800 1900 വർഷങ്ങൾക്ക് മുമ്പുള്ള ഖുർആനുകളാണ്. അതുപോലെ ഇത് മദീനത്തെ പള്ളിയുടെ കേട്ടോ, പ്രൊഫറ്റ്സ് മോസ്ക്. പിന്നെ ഇതുപോലെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചതാണ് ഓരോ പള്ളിയുടേതൊക്കെ. ഇത് കുറേ വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു പള്ളിയുടെ രൂപമാണ്. അൽബീദ. ഇനി നമ്മൾ കാണാൻ പോണ കുറേ ഇൻസ്ട്രുമെൻറ്റ്സും ടൂൾസൊക്കെയാണ്. ഇത് റോസ്റ്റ് ചെയ്യണതാണ്. അതുപോലെ ഇത് വാട്ടറിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ അടിപൊളി. അത്രയും കാലങ്ങൾക്ക് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ അടിപൊളി മ്യൂസിയം ആയിട്ടത്. സയൻസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല താല്പര്യമുള്ളവർക്കൊക്കെ കാണാൻ പറ്റിയ അടിപൊളി മ്യൂസിയമാണ്. ഇതും വാട്ടറിൻ്റെ തന്നെയാണ്. വാട്ടർ എങ്ങനെയൊക്കെയാണോ അന്ന് ചെയ്തിരുന്നത്, എങ്ങനെയൊക്കെയായിരുന്നു അവർ ഫാമിംഗ് ഫീൽഡുകളൊക്കെ എത്തിച്ചിരുന്നത്, അങ്ങനത്തെ ഓരോ ടൂൾസും കാണുന്ന ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ നമ്മളിവിടെ കാണാൻ കഴിയാം. ഇതാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന വിൻഡ് മില്ല്. ഇവിടെയുള്ള എല്ലാ സാധനവും പറഞ്ഞാൽ 1800 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ടൂൾസും ഇൻസ്ട്രുമെൻസും മാത്രമാണ് കേട്ടോ. ഇത് അതുപോലെ സ്കൈൻ്റെ ഓരോ ഡയറക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഇൻസ്ട്രുമെൻസ് ആണ്. അതുപോലെ അന്ന് ഉണ്ടായിരുന്ന കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ, ഓരോ ചികിത്സാർത്ഥം അങ്ങനത്തെ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത്ര കാലം മുമ്പ് തന്നെ എത്ര ഡെവലപ്പ് ഉണ്ടായി നമ്മുടെ ഇസ്ലാമിന്. ഇതൊരു ട്രീറ്റ്മെൻ്റ് കേട്ടോ. അതുപോലെ ഇത് നമ്മളെ ഗ്ലാസ് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ് കണ്ടുന്നത്. ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന കുറേ പാത്രങ്ങളുടെയൊക്കെ ഓരോ ഡിസ്പ്ലേ ആണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ എത്രയോ വർഷം പഴക്കമുള്ള പാത്രങ്ങളാട്ടോ. പിന്നെ ചിലത് അവർ ഇല്ലാതെ അവർക്ക് അവൈലബിൾ ആയി കിട്ടാതെ ചിലതൊക്കെ അവർ ഡമ്മി ഉണ്ടാക്കി വെച്ചത് നമുക്ക് കാണാം അതിൻ്റെ ഇടയിൽ കൂടെ. ഓഫ്, ഏതാ നൈഫ്. അടിപൊളി വാളുകളും കത്തികളൊക്കെ ഉണ്ട്. പടച്ചട്ട, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇത്ര ആൾക്കാരെ വെട്ടിയ വാളേക്ക് പോകെ. കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്ക് കാണാം. അന്നത്തെ മോതിരങ്ങൾ, അതുപോലെ ഗൺസ്.